ഐശ്വര്യമായിട്ട് അച്ഛൻ ഇതങ്ങ് വാങ്ങിച്ചട്ടെ. ഹോട്ടൽ രാജ് പാലസിന്റെ പവർ ഓഫ് അറ്റോർണി. എനിക്കിനി ചത്താലും വേണ്ടില്ല. മേനോൻ സാറിന്റെ കുടുംബത്തിലെ കാര്യസ്ഥന്റെ മോനായി പിറന്ന് ഒടുവിൽ മേനോൻ സാറിന്റെ സ്വപ്നമായിരുന്ന സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയായി മാറിയ ശ്രീധരൻ ഉണ്ണിത്താന് എന്റെ ആശംസകൾ. നീ മോളെ കൊണ്ട് വീട്ടിലേക്ക് വെക്കോ, ഞങ്ങൾ ഹോട്ടലിലേക്കാ. എന്റെ പേരിൽ കിട്ടിയ ഹോട്ടല് എനിക്ക് ശരിക്കും ഒന്ന് കാണണം. ഒന്ന് നിർത്തിക്കേ. അച്ഛനെന്താ ഈ ഹോട്ടൽ ആദ്യം കാണുന്ന പോലെ? എടാ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ ഹോട്ടൽ കാണുന്നതാ. പക്ഷെ ഇത്രയും ഭംഗി എനിക്ക് ഇതുവരെ തോന്നിയില്ല. സ്വന്തം പോലെ ആകുമ്പോ ഭംഗി കുറച്ച് കൂടും. പക്ഷെ എന്ത് കാര്യം, ശകുനം മുടക്കിയായിട്ട് നിൽക്കല്ലേ ആ തട്ടുകട. നാശിച്ച വർഗങ്ങള്. എന്താ മേട്ടാ ഇവന്മാരെന്താ പൊട്ടം പൂരം കണ്ട പോലെ നോക്കി നിൽക്കണേ? അതേട്ടാ, നീ പോയി പുട്ടൂത്ര. മരമണ്ടം മേനോന്റെ ഒരു സിമ്പതി. ഇവനൊക്കെ എങ്ങനെ ഒഴിപ്പിക്കുമെന്നാ നീ പറയുന്നേ? ഒന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യം നൈസായിട്ട്, പിന്നെ ഷാർപ്പായിട്ട്. ആ ഹോട്ടലിൽ ചിലപ്പോൾ താൻ വിലക്ക് മേടിച്ചിട്ടുണ്ടാവാം, പക്ഷേ എന്നെ വിലക്ക് മേടിക്കാൻ തനിക്ക് കഴിയില്ല. ഇനി ആ സ്ഥലത്തിന്റെ തൂക്കത്തിന് എത്ര സ്വർണ്ണക്കട്ടി തരാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എടോ ഉണ്ണിത്താനെ, മേനോൻ സാറ് എന്ന എൻ്റെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നത് ആ സ്ഥലം. ആ വലിയ മനുഷ്യനെ ഞാൻ ദിവസവും മനസ്സാൽ പൂജിക്കുന്ന സ്ഥല ആ തട്ടുകട. ആരാധനാലയം ആരെങ്കിലും വിൽക്കോടോ? അപ്പൊ അതിന് വെച്ച വെള്ളം പുതുപ്പണക്കാരൻ അങ്ങ് വാങ്ങി വെച്ചേക്ക്. ശത്രു വാടാ. ഇവൻ ഒരു നടക്കി പോകുകയല്ല. ഒരല്പം ബുദ്ധി പ്രയോഗിച്ചപ്പോ കോടികൾ ആസ്തിയുള്ള ഹോട്ടൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണോ ഈ 3 സെന്റിൽ നിൽക്കുന്ന തട്ടുകട? രവിയേട്ടാ, ഈ കേസ് എനിക്ക് വിട്ടേക്ക്, ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ എന്നും രാവിലെ നേരം വെയിറ്റ് ആണല്ലോ വരുന്നത്. ഞാൻ എന്നും രാത്രി നേരത്തെ പോണുണ്ട്, അതിനാരും ഒന്നും പറയുന്നില്ല. നീ കട അടക്കില്ല. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടും. എല്ലാം തീർന്നു, കട അടയ്ക്കാൻ പോവാ. എന്തെന്നേക്കുവാ ഈ കട അടപ്പിക്കാനാ ഞാൻ വന്നത്? ആ ഹോട്ടലുകാർ ഈ സ്ഥലത്തിന് പറയണ കാശ് തരുമായിരുന്നല്ലോ കൊച്ചുമാമ. ഇതിപ്പോ എനിക്ക് വെറുതെ എഴുതി തരേണ്ട ഗതികേടാണല്ലോ. കൊച്ചുമാമ ഇതിലൊന്ന് ഒപ്പിട്ടേ. എന്താ ഇത്? ഈ തട്ടുകട ഇരിക്കുന്ന സ്ഥലം എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്ന ആളിനോ തീര് തന്നു കൊള്ളാമെന്നും ഇതിന്റെ മുഴുവൻ തുകയും അഡ്വാൻസായി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള കരം. ഒപ്പിട്ടേ. ഒപ്പിടോ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഒപ്പിടില്ല. തന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതാരോടെങ്കിലും പറയുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്താൽ ഈ ടിപ്പർ ഞാൻ കയറ്റിയിറക്കും ഈ നെഞ്ചത്തൂടെ. കേട്ടോ? കുഞ്ഞോനെ വിവരം അറിയിക്കണ്ടേ? ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് കുഞ്ഞുമോൻ അറിയണ്ട. ഏതൊരു മോനും ആഗ്രഹം കാണില്ലേ അവസാനമായിട്ട് സ്വന്തം അപ്പനെ ഒരു നോക്കൊന്ന് കാണണമെന്ന്? അപ്പൊ ഞാൻ ചാവാൻ കെടുക്കാണെന്നാണോ നീ കരുതിയത്? ഇപ്പോഴല്ല, പിന്നെ. സംഗതി ആശുപത്രിക്കാര് പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പോലീസ് ടിപ്പർ വാസുവിനെ പൊക്കും. ടിപ്പർ വാസു തോമേട്ടനെ തട്ടുകയും ചെയ്യും. ഞാൻ തട്ടും പുറത്തുനിന്ന് വീണ് കയ്യും കാലും ഒടിഞ്ഞ ടിപ്പർ വാസു എന്ത് പഠിച്ചതാ? അത് ശരി. ടിപ്പർ വാസുവിന്റെ ഭീഷണിക്ക് മുമ്പിൽ തോമേട്ടൻ കീഴടങ്ങിയല്ലേ? നിങ്ങൾ എങ്ങനെ കുഞ്ഞുവന്റെ അപ്പനായിട്ട് ജനിച്ച്? എടാ ശത്രു, കഴിഞ്ഞ പ്രാവശ്യം അവൻ ഇവിടെ വന്നപ്പോ ധ്യാനം കൂടിച്ചിട്ട് അവനെ ഞാൻ കോഴിക്കോട്ടേക്ക് വിട്ടത്. അവൻ അവിടെ പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് മനസമാധാനത്തോടുകൂടി കഴിയാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ അവന്റെ നോമ്പ് തെറ്റും. വെറുതെ എന്തിനാ അവനെ പുകച്ച് ചാടിച്ച് ജയിലിൽ ഉണ്ട തീറ്റിക്കണേ? வணக்கண்ணா, நேர வீட்டுக்கா பாருக்கா இல்ல சின்ன வீட்டுக்கா? முதல்ல நான் குலானை பார்க்கணும். நான் உள்ள போறது காரணமே அவன் தான்டா.
വണ്ടി എടു. എന്റെ ഈശ്വര, ഈ പാണ്ടി ജയിലിൽ നിന്ന് ഇറങ്ങിയ എങ്കടാ ഗുലാൻ சொல்றா അവൻ എങ്ക இருக்கா? എന്റെ പൊന്ന് കില്ലാടി ചേട്ടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട് കഴിഞ്ഞതെല്ലാം മറന്നുകളാ. மறக்கணுமா? என்ன 6 மாசம் ஜெயில போட்டால குலான், அவனை நான் மறக்கணுமா? எங்கடா குலான்? தெரியாது சத்தியமாയിട്ട് தெரியாதா? ஏய் சக்கலிங்கம், அச்சு உடையில கடையில அச்சு தூள் கிளப்புங்க. എന്റെ പൊന്നെണ്ണ ഒന്നും നശിപ്പിക്കില്ല. മിത്ര, എന്താ ഇവിടെ പ്രശ്നം? നമ്മുടെ ഗുലാനിത് എവിടെ പോയി? പുള്ളി ഒരിക്കലും പഠിക്കാൻ പറ്റാത്ത പണി പഠിച്ചോണ്ടിരിക്കുക. എന്ത് പണിയാ? ഡാൻസ്. പഠിച്ചോനെ ഡാൻസാ? മരിക്കുന്നതിന് മുമ്പ് ഡാൻസും കൂടെ പഠിച്ച് അരങ്ങേറ്റം നടത്തിക്കൊള്ളാൻ അങ്ങനെ ശപഥം ചെയ്തേക്കല്ലേ. ഓ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വരാ. ഞാനങ്ങ് ചവിട്ടില്ല ടീച്ചറെ. എന്താ അവിടെ? എന്റെ കാലിൽ ചവിട്ടി. അത് ഈ കുട്ടിക്ക് താളമില്ലാഞ്ഞിട്ടായിരിക്കും. താളം തെറ്റിച്ചത് ആ കുട്ടികളല്ല, കുട്ടിയാ. അത് ടീച്ചർ താളമിട്ടെന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് താളമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ? ഒരു വിദ്യാർത്ഥിയോട് ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആര് കണ്ടു? ഒരു കലാതിലകമായാലോ, കാവ്യമാധവനെ പോലെയോ, മഞ്ജു വാര്യരെ പോലെയോ, നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമയിൽ കയറി വരും. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ. ഞാൻ അതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ട ഇട്ടോ. ടീച്ചറെ, ഇവിടെ ഡാൻസ് പഠിപ്പിക്കാൻ ചേർത്തിട്ടേ എന്റെ കൊച്ചിന്റെ കാല് ദേ കണ്ടോ, ഈ പരുവത്തിലായി. പറയടി, ഇതിലേത് കുട്ടിയാ നിന്റെ കാല് ചവിട്ടി ഓടിച്ചത്? ആ കുട്ടിയാ. അയ്യടാ, ഇതാ കുട്ടി. എന്റെ പൊന്നു ടീച്ചറെ, ആനയുടെ അടിയിൽ കൊണ്ടുപോയി ആട്ടിൻകുട്ടികളെ ആരെങ്കിലും കെട്ടുവോ? ഇവനൊന്നും വേറെ ഒരു തൊഴിലുമില്ല. കോമാളിത്തരം കാണിച്ചോണ്ട് നടക്കുന്നു. ചേട്ടൻ അത് മാത്രം പറയരുത്. ചേട്ടന്റെ മോളെ നൃത്തം പഠിപ്പിച്ചൊരു വലിയ നിലയിലാക്കണമെന്ന് ചേട്ടൻ ആഗ്രഹമില്ല. അതുപോലെ എന്റെ മാതാപിതാക്കൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടാ. എന്റെ അമ്മ ആ ആഗ്രഹം സാധിക്കാതെ മരിച്ചുപോയി. ഇപ്പൊ അപ്പന് വേണ്ടി ഞാൻ രാപ്പകൽ നൃത്തം പഠിച്ച് അഭ്യാസം കളിച്ചോണ്ടിരിക്കുക. പിന്നെ കുട്ടികളല്ലേ ചേട്ടാ ഞങ്ങള്. ചട്ടിയും കലോകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കില്ലേ. ചേട്ടൻ നോക്കൂ, എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നർത്തകരാവും. ഇത് സത്യം, ശരിക്കും സത്യം. ഫോണടിച്ച് എന്താടാ ഗുലാനെ, ആ കില്ലാടി രാജ വന്ന് ഇവിടെ മൊത്തം അടിച്ച് തകർക്കേണ്. ഒന്ന് പെട്ടെന്ന് വാ. ഞാൻ ദേവൻ. ടീച്ചറെ, ഇന്ന് എനിക്ക് ലീവ് വേണം. എന്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ചെറിയ പ്രശ്നം, അത് തീർത്തിട്ട് വരാം. താങ്ക് യു. അയ്യോ, മറന്നുപോയി. ചേട്ടാ, ഈ കുട്ടിയുടെ ആശുപത്രി ചെലവ് ഞാൻ തരാം കേട്ടാ. ഓ, എവിടുന്ന് വരുന്നു ഇതൊക്കെ? ഹലോ, ആംബുലൻസ് സർവീസ്. അതെ, നീ നിന്റെ ആംബുലൻസുമായിട്ട് നമ്മുടെ മാർക്കറ്റിലോട്ടുള്ള തട്ടുകടയിലോട്ട് വാ. പ്രശ്നമുണ്ട്, വേഗം വരണം കേട്ടാ. പുറപ്പെട്ടു കഴിഞ്ഞു.